കുന്തൻ നൽകാരുണ്യേന നിത്യം മമ ഹൃദി കളിയാടിടുവാൻ കൈതൊഴുന്നേൻ. അദ്ദേഹം നാരായണീയം രചിച്ചത് ഗുരുവായൂരപ്പൻ്റെ സന്നിധാനത്തിൽ വെച്ചിട്ടാണ് നമുക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വാതരോഗം മാറിയതും പിന്നെ ഭഗവാന്റെ ദർശനം കിട്ടിയതുമല്ല. അപ്പോൾ ഞാൻ നാരായണീയത്തിലത്തെ ഒരു ശ്ലോകം കൂടി ചൊല്ലിയിട്ട് അവസാനിപ്പിക്കാം. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവൽഭാതി സാക്ഷാത് ഗുരുഭവനപുരേ അന്തഭാഗ്യം ജനാനാം. കണ്ണനുണ്ണിയേ കൈവണങ്ങുവാൻ വെണ്ണ പോലെ ഞാൻ ഒരുവിയോ മനെ. Tadvara
ചീക്കുട്ടി വരും. ഇവിടെ വെച്ചു അതിൻ്റെ മുകളിൽ വെക്കാം. ഞാൻ തന്നെ ചെയ്തോളാം. കൈ കഴിക്കുന്നത് സ്വന്തം കൈ കൊണ്ട് തന്നെ. അതുപോലെ പാല എടുത്തു വെച്ചു ഇപ്പൊ പോവാം. ഇങ്ങനെ കഴിക്കൊണ്ടിരിക്കാം. ആ സമയത്ത് ഇത് കഴിഞ്ഞാൽ മറ്റേ പാലിങ്ങനെ പാലിനായാലും കുറച്ച് കഴിഞ്ഞാൽ അവർ കളച്ചു പോയി അടുപ്പിൽ പോകൂലേ. ആദ്യത്തെ വാസന കേട്ടപ്പോൾ വേഗം കൃഷ്ണനെടുത്ത് വഴിയിൽ താഴെ ഇട്ട് ഓടി പാല് ഇറക്കി വെക്കണം. ഓടി അപ്പോ കൃഷ്ണൻ വിഷയം വന്നു. എന്താ ലക്ഷ്യം വരാൻ കലം കുറച്ചു. അപ്പോൾ അച്ഛനപ്പാട് കഥ പറയാനുള്ളത് ഭഗവാൻ അങ്ങനെ കേൾക്കാൻ നല്ല ശ്രോതാവാണ് ഭഗവാൻ. അങ്ങനെയല്ലല്ലോ, ഞാനേ അമ്മിക്കുട്ടിയോണ്ടല്ലേ കൊടുത്തത്. അതല്ല, കടകളല്ലേ ഭഗവാനെ അടുത്തുള്ളത്. ഈ ഇവിടെ കടഞ്ഞുകൊണ്ടിരിക്കുന്നവ അതെടുത്ത് പഠിക്കാനുള്ള എളുപ്പമാണ്. അതല്ലേ, എളുപ്പം തന്നെയാണ് അത് ഇവിടെ വന്ന സാധനം. പക്ഷെ തൽക്കാലം എനിക്കത് ഓർമ്മ വന്നില്ല. അതൊക്കെ അവിടെ ബേക്കൊക്കെ വന്നത് കുറച്ച് അപ്പുറത്തേക്ക് പോയിട്ട് അത് കണ്ട് അതെടുത്ത് കുറച്ച് എന്നാൽ ഞാൻ മാറ്റണം. ഈ അമ്മിക്കുട്ടി എന്നുള്ളത് അത് മാറ്റണം. അങ്ങനത്തെ മാറ്റമില്ല. അച്ഛൻ പണ്ഡിതനാണ്, നാരായണപാടാണ്, അത് അവിടുത്തെ പണ്ഡിതനാണ്, ഭക്തനാണ്. അപ്പൊ എങ്ങനെ വേണത്താൽ പദങ്ങൾ വെക്കാനുള്ള കഴിവുണ്ട്. കഴിക്കാൻ മാറ്റണ്ട, മാറ്റണ്ട. ഭഗവാൻ അംഗീകരിച്ചിട്ട് തന്നെ നന്നായത്. അന്ന് എൻ്റെ ബുദ്ധിക്കുറവുണ്ട്, എൻ്റെ കഴിവുകളുണ്ട്. ഞാൻ പോയിട്ട് എടുത്തത് ഈ അമ്മിക്കുട്ടിയാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഭഗവാൻ കേട്ട് സമ്മതിച്ചുകൊണ്ടാണ് ഒരു ദശകത്തിൽ നിന്ന് മറ്റേ ദശകത്തിലേക്ക്. വെറുതെ അങ്ങോട്ട് ഓടിപ്പോവല്ല, കഥ പറയാൻ മാത്രമല്ല. അതൊക്കെ ശരി 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 എന്ന് മൂളാന്ന് പറയാം. കഥ കുട്ടികളോട് പറയാറുണ്ട്. കഥ പറയുമ്പോൾ മൂളാന്ന്. ഇപ്പം ഭഗവാൻ മൂളി കേൾക്കുന്നുണ്ട്. അങ്ങനെ എന്ന് സമ്മതിച്ചുകൊണ്ട് അങ്ങനെ ആ ഒരു മനോഹരമായ ഒരു ദശകമാണ്. അതിൻ്റെ ആ ഭക്തിൻ്റെ ഒക്കെ നാരായണീയത്തിക്ക് പ്രത്യേകതയുണ്ട്. കഥയ്ക്കനുസരിച്ച് കഥാസന്ദർഭത്തിനനുസരിച്ച് വൃത്തങ്ങൾ നിർമ്മിക്കുക. അത്ര മനോഹരമാണ്. മാതരം അംഗമേത്യകവിവൻഭയോധരം. അർത്ഥം മനസ്സിലാവാൻ കേൾക്കുന്ന ഒരു മനസ്സിലാവും. അങ്ങനെ ഒരു പ്രത്യേകത. അതുപോലെ ഇനിയിപ്പോൾ കഥകളി ഈ കാളിയമർദ്ദനം എന്നൊരു കഥ വരുന്നുണ്ട്. അതാണ് കേട്ടാൽ നമുക്ക് മനസ്സിലാവും. അഥവാരിഘോരതരം പണിനം പ്രതിവാരയിതും ഭഗവൻ ഉദഗാതുദഗാതുദഗാധിപതി തുതുബാന്ധമശാന്തരുഷാന്ധമനാഹ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടാൽ ഭഗവാൻ കാളിയൻ്റെ പടത്തിൽ കയറിയിട്ട് നൃത്തം വയ്ക്കുന്നത് നമ്മുടെ മനസ്സിൽ കാണാൻ സാധിക്കും. അഖിലേഷു വിഭോ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക ഭഗവാന്റെ നൃത്തം. ആ നൃത്തം ഒരു ഇതിനകത്ത് ചവിട്ടും ഒരു പടത്തിൽ. അപ്പോൾ അതാണ് താഴും. തടവ ഭക്ത വിഭുണാഗണേ അത് വേറൊന്നങ്ങ് കൊന്തും അതിലേക്കങ്ങ് താഴും. അതങ്ങ് താഴും. വേറൊന്ന് കൊന്തും അതിലേക്കങ്ങ് താഴും. അങ്ങനെ ഭഗവാൻ ഇങ്ങനെ കളിക്കുകയാണ്. ആ കളി ഓരോരോ ആ ശ്ലോകം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കാണാം. ഭഗവാന്റെ ആ കുഞ്ഞിക്കാല് കണ്ട് വള കിലുങ്ങുന്നുണ്ട്, കാൽ കിലുമ്പുകൾ കിലുങ്ങുന്നുണ്ട്. ആ പാമ്പ് ഇങ്ങനെ അവശനാവുന്നുണ്ട്. ഓരോരോ തലയിലിങ്ങനെ ഭുവനത്രയഭാരഭോ ഭവതോ വിഷുഭാര നികമ്പി വിദണ്ഡിജട പരിമജ്ജയതി സ്മധനുസ്തകം തടിഘോഷവതി എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ ചെറിയ ഉണ്ണിയല്ല. ഈ ലോകത്തിൻ്റെ ഭാരം മുഴുവൻ, ലോകം മുഴുവൻ തന്നിലാണ്. ഭഗവാനിൽ നിന്നാണ് ഈ ലോകം മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ഭാരം ഭുവനത്രയ ഭാരഭൃതോ ഭവതോ ഗുരുഭാരവികമ്പി വിജൃംഭിജല പരിമജ്ജയതി സ്മധനുസ്തകം തടീധടിതി സ്ഫുടഘോഷവതി. വല്ലാതെ ആവേശത്തോടു കൂടി ഇങ്ങനെ വർദ്ധിക്കുക. അപ്പം ആ സമയത്ത് ഭക്തരിപ്പാട് നല്ല ആവേശമുണ്ട്. കാളിയനോ കാളിയൻ്റെ തലയിലാ ചാർത്തുകൾ കൊള്ളുന്നത്. അതോ എന്തോന്നൊന്നുമല്ല, ഈ ഭുവനത്രയ ഭാരം മുഴുവൻ തലയിൽ ഇങ്ങനെ വീഴുമ്പോൾ
വേദനിച്ച് ചോര ഛർദ്ദിച്ച് കഴിയുന്ന അവസ്ഥ വന്നു. ആ സമയത്താണ് നാഗപത്നികൾ വന്ന് അവരൊക്കെ പിടിച്ച് കാളിയൻ മോക്ഷം കിട്ടി. കാളിയനെ കൊല്ലുന്നില്ല ഭഗവാൻ, ഒരാളും കൊല്ലില്ല, കൊല്ലുന്നവരെ കൊല്ലും, മറ്റവരുടെ ഭാവം മാറ്റി. ഏത് സംസൻ മുതലായ ആൾക്കാരൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് വരുന്ന ആൾക്കാരെ അവരുടെ മനോഭാവത്തിനനുസരിച്ച് കൊല്ലാൻ വേണ്ടി വന്നിരിക്കുന്നത് എന്താ കൊടുത്തത്? പ്രഭു ഭഗവാൻ എല്ലാവർക്കും ഭഗവാന്റെ കയ്യിൽ എന്താണ് മോക്ഷമാണ് കൊടുക്കാൻ. അത് അങ്ങനെ മുതലാണ്. വേണ്ടവർക്കും വേണ്ടാത്തവർക്കും, വേണ്ടാത്തവരെ വന്നാൽ അങ്ങനെ വന്നാൽ എന്താണെങ്കിലും ഭഗവാന്റെ അടുത്തേക്ക് വരാൻ ഒരു സുഖം വേണം. ആ സുഖം ഉള്ളതുകൊണ്ട് അവർ ഭഗവാന്റെ അടുത്തേക്ക് എത്തി അവർക്ക് മോക്ഷം കിട്ടി. എല്ലാവരും മോക്ഷമത്വാസുഖത്വ സ്വയം കൃഷ്ണാവതാരോരൈ അവനുഭൂയത്ര സൗഭാഗ്യഭീതി സ്നേഹദ്വേഷാഭിരാഗപ്രതി അഹേശ്വരീയോരഭേദി ആർത്തിന്യത്വാസവസ്ഥാം അവതരണം സർവസർവലോകാഃ എന്നുള്ളത്. കൃഷ്ണാവതാരം ജയിക്കട്ടെ, ഉറക്കം വിളിച്ചോടെ സന്തോഷത്തോടുകൂടി കൃഷ്ണാവതാരം ജയിക്കട്ടെ, ജയ സ്വയം കൃഷ്ണാവതാരോ എത്ര സൗഭാഗ്യഭീതി. ഇവിടേക്ക് ഭഗവാൻ ജയിക്കാൻ കൊടുക്കുന്നത് വിഷാണെങ്കിൽ തിരിച്ചു കൊടുക്കുന്നത് അമൃതാണ്. ഇങ്ങനെ ഭഗവാൻ എന്ത് കൊടുത്താലും അത് 1 10 10 100 തിരിച്ചു കൊടുക്കുന്ന എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ ഭഗവാൻ സാധിച്ചിരുന്നോ എന്ന് വളരെ വിലപിക്കുന്നുണ്ട്. അക്രൂരിന്റെ ഒരു കഥയിൽ അക്രൂരൻ പറയുന്നത് ഞാൻ എന്താ പോവാണ്, കൃഷ്ണനെ കാണാൻ പോവാണ്. കണ്ണനെ കാണുന്നോ പോകുന്നു ഞാൻ ഉറപ്പായിട്ടും വലിയ ഭാഗ്യങ്ങളാണ്, അല്ലെങ്കിൽ എനിക്ക് ഇനി ഭഗവാനെ കാണാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ഭഗവാനെ കാണാൻ വേണ്ടിയാണ് പോകുന്നു. അങ്ങനെ ദൂരെ കാണുകയാണ്. ശ്രീകൃഷ്ണൻ കൂടി വൈകുന്നേരം മേഖലയെ കഴിഞ്ഞ് 9 വർഷം മഞ്ഞപ്പെട്ട നീലപ്പെട്ട വലിയ ആഭരണങ്ങളില്ല. പ്രബന്ധത്തിലുള്ള ഭൂക്കളെ കാൽവേഷവും മനോഹരമായ 2 വഴികളെ അങ്ങനെ കണ്ടു. അപ്പോഴേ അവരുടെ മുന്നിലാണ് നമസ്കരിക്കുന്ന ഭഗവാൻ ദൂരത്താണ് കണ്ടു. കണ്ടപ്പോ എന്തെന്നില്ലാത്തൊരാനന്ദം. അങ്ങനെ വേഗം ഘട്ടത്തിൽ ചാടി ഇറങ്ങി ആ മണ്ണിലെ വീണത് നമസ്കരിച്ചു. എന്തേ കാരണം? പറയാണ് ഇങ്ങനെ ഭക്തിയുള്ളവര് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഭക്തി പരാത്തൻ അത് ഭാഗവത്തില് പറഞ്ഞു. ഭഗവതിയെ പറഞ്ഞത് എന്താണ്? മനുഷ്യാണാം സഹസ്രേഷു വിശിഷ്ടയെ 1000 ഒരാളൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ഇങ്ങനെ ഭക്തിയുള്ളവരെന്ന്. അതുപോലെ ഒരു ഭക്തനായിരുന്നു അപ്പോഴേ അതിലുണ്ടാവുന്ന വലിയവർ. അപ്പോ ഈ കംസന്റെ ആരാഗ്രഹത്തിൽ കംസന്റെ ആ ഭരണത്തിന് കീഴില് ഇത് മേടിച്ചുകൊണ്ട് ഭഗവത് ഭക്തി യാതൊരു നല്ല ഭരണത്തോടുകൂടി ഈ ദോഷം പൊട്ടി കാണിക്കാൻ പറ്റുന്ന കൃഷ്ണഭക്തനെന്ന് പറഞ്ഞാൽ കംസന്റെ അപ്പേജിക്ക് അതുകൊണ്ട് പേടിച്ച് നിൽക്കുക. അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം കംസൻ തന്നെ വിളിച്ച് പറയാണ് എപ്പോഴും പോയിട്ട് രാമകൃഷ്ണന്മാരെ കാണണം, അവിടെ പോയിട്ട് അവരെ കൂട്ടിക്കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോ എന്താ എനിക്ക് ഇങ്ങനെ ഭാഗ്യം, എന്റെ ഇങ്ങനെ ഭാഗ്യം പോകാനും. അപ്പം കൃഷ്ണൻ ഞാൻ ഭരിച്ചു, കൃഷ്ണൻ അത് അറിയുന്നത് മനസ്സിലാക്കിയിട്ടുണ്ട് ഞാനൊരു ഭക്തനാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഗോൾഡൻ ചാൻസ്, ഗോൾഡൻ ചാൻസ് ടു സീ ഹിം. കൃഷ്ണനെ കാണാനൊരു ഭക്തി ചാൻസ് എനിക്ക് കിട്ടിയില്ലേ, അത് എന്റെ ഭക്തിയാണ്. അതാണ് കൃഷ്ണനെ ഭജിച്ചാൽ വെറുതെ ആവുക. എന്താണ് കാരണം? നമ്മൾ ഏറ്റവും ലൗകികമായ വ്യക്തമായിരിക്കില്ല. പിന്നെ ഭക്തി, ഭക്തന് ഭക്തി ഉണ്ടാവും.
അവസാന നിമിഷത്തില് നമുക്ക് ഉറക്കം കഴിഞ്ഞു, ഈ ലോകത്തിലുള്ള ജീവിതം കഴിഞ്ഞു. ാവുമ്പോൾ അമ്പേ സ്മരി ഭഗവാനെ സ്മരിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടും. അതാണ് വ്യാഖ്യാനത്തിൽ പറയുന്നത്. ദൂരേ ക്രീഡനവാസക്തം നാരായണമാസ്മയം കളിച്ചുകൊണ്ടിരിക്കുന്ന ദൂരത്ത് ആ കുട്ടിയെ വിളിച്ചത് എന്താ വിളിക്കാൻ കാരണം? പേടിച്ചത്. എന്താ വിളിക്കാൻ കാരണം? യമദൂതന്മാര് അരാമനെ കെട്ടിക്കൊണ്ടുപോകാൻ നരകത്തിലേക്ക് കൊണ്ടുപോകുക. അത് അരാമൻ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ അരാമൻ വിചാരിച്ചത് ദൂരേ ക്രീഡനകാസക്തം അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന കാലം നാരായണാസ്മയം നാരായണൻ എന്ന് പേരായ കുട്ടി അവിടെ കളിക്കുന്നുണ്ട്. അപ്പൊ ആ കുട്ടിക്ക് പേടിയാവുന്നത് ഇവരെ പറഞ്ഞിരുന്നത് വല്ലാത്ത വേഷമാണ്. കൈ ഇരുമ്പലക്കുണ്ട്, അപ്പുറം കൊണ്ടാൽ നൊപ്പറൊക്കെ പറയുന്നത്. അവരെ പേടിക്കുന്നതിന് നേരത്തെ ഇതാണ് വിളിച്ചു. നാരായണായേരി ജഗാത തദുരക്ഷരം നാലക്ഷരം നാരായണ. ഈ നാലക്ഷരം പുറത്തേക്ക് വന്നില്ല. എന്റെ കാരണം ക്ഷീണിച്ച് കുഴഞ്ഞിരിക്കുന്ന ആവശ്യമാണ്. അപ്പൊ അക്ഷരം പുറത്തേക്ക് വരുന്നില്ല. കുഴഞ്ഞ നാവുകൊണ്ട് നാവുകൂടയാതെ നാമം ദേവിക്കുവാൻ നാമം ജയിക്കുമ്പോൾ നാവ് കുഴയും. ഭക്തിയില്ലാതെ ഭാഗവത കഥ കേൾക്കുമ്പോൾ ഉറപ്പുന്നില്ല, നാമം ജയിക്കുമ്പോൾ ഉറപ്പുന്നില്ല. വിരസ പൂർണ്ണ ഇതൊക്കെ ഭക്തിയുടെ പൂർവ. ഭക്തി ഉള്ളപ്പോൾ ഉണ്ടെങ്കിൽ ഇതിന് സംഘവും അത് പുറത്തുമില്ല. അത് ഭക്തിയുടെ നമുക്ക് സ്വയം ടെസ്റ്റ് ചെയ്യാം. നമുക്ക് ഭക്തി ഉണ്ടാവും എന്നറിയാം. നമുക്ക് അകൽ കേൾക്കുമ്പോൾ താല്പര്യം ഉണ്ടാവുകയാണെങ്കിൽ ഭക്തി ഇല്ലെന്ന് അർത്ഥം. അപ്പൊ ഭഗവാൻ ഉറക്കമല്ല, ഉറക്കം വരുമ്പോൾ ഉറക്കത്തെ ഇല്ലാതാക്കും ഭഗവാൻ. അതാണ് രാമനെ പറഞ്ഞത്. അരാമനെ ഒന്നും അറിയില്ല, ഒക്കെ വിട്ടു തുടർന്ന് നിശ്ചയിക്കുക. തുടർന്ന് ഉപേക്ഷിച്ച് ഗീതകർമ്മം ചെയ്ത് ഒരു വിശ്വാസികളുടെ കൂടെ ജീവിക്കാനുണ്ടായി. അവസാന 88-ാമത്തെ വയസ്സിലുണ്ടായ പുത്രനാണ് നാരായണൻ. അങ്ങനെ ദുരാചാരനാണ്. അങ്ങനെ ജീവിച്ച രാമന് പോലും എന്തുണ്ടായത്? മഹാരാജ ഭഗവാന്റെ ഭരനായ നാരായണൻ നാല് ഭക്തന്മാരും വിഷ്ണുഭക്തന്മാരെ വിട്ടു. അപ്പോൾ തോൽപ്പിച്ച് പറഞ്ഞേച്ചു, നിങ്ങൾ ആരാണ്? നിങ്ങൾ നിയമസംഘടനാവിന്റെ ഭക്തന്മാരാണ്. ഈ അവൻ അവൻ അധർമ്മി ഇവരെ കൊണ്ടുപോകാന്നുള്ള മറുപടി കൊണ്ട് അങ്ങനെ ചോദിക്കുന്നുണ്ട്. പ്രണയസ്ഥിത്താനി ഭാവാനി, പ്രണയസ്ഥിത്തം ചെയ്താൽ ഈ ദോഷങ്ങൾ ഇല്ലാതെ അവന്റെ അങ്ങനെ പ്രായശ്ചിത്തം ചെയ്തില്ലല്ലോ. ചെയ്തില്ലേ? അക്ഷരം 4 അക്ഷരം നാരായണ ഇല്ലേ? അതുപോലെ ഈ ഇത്ര മഹാത്മുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അറിയില്ലെങ്കിൽ പോയി ചോദിച്ചു. നിങ്ങൾ നിങ്ങളുടെ മേഖല അല്ലെങ്കിൽ നിങ്ങളുടെ ബോധത്തോട് ചോദിക്കാം. അവര് മടക്കി പറഞ്ഞേറ്റു. അത് നിന്റെ കാരണം അയാളുടെ ഭക്തി. അയാളുടെ നിന്റെ ഭക്തി അത്ര ഭക്തി ഉണ്ടായിരുന്നു. ഭക്തി ഉണ്ടായിരുന്നു. ഉള്ളില കുറച്ചു കാലം കുറച്ചു കാലം വഴി തെറ്റിപ്പോയി എങ്കിലും അകാമിലോ നാമീപുരപുരാപരോ പറയുന്നു. അകാമിലോ നാമീപുരപുരാപരോ ഗൃഹാശ്രമിയാണ്. സ്വതന്ത്രമൊക്കെ ഭംഗിയായിട്ട് നിറവേറ്റിയിട്ടുള്ള ആളാണ്. ഒരു ദിവസം മനസ്സൊന്ന് എഴുതിച്ചു. അപ്പൊ അങ്ങനെ ചെയ്തത് വെറുതെ ആവില്ല. അങ്ങനെ സമ്പാദ്യം ഡെപ്പോസിറ്റാണ്, ഫിക്സഡ് ഡെപ്പോസിറ്റാണ് അങ്ങനെ നടക്കുന്നുണ്ട്. ഇത് പലിശ സഹിതം തിരിച്ചു കിട്ടി. അപ്പൊ നല്ല രീതിയിൽ കുറച്ചു കാലം ജീവിച്ചിരുന്നു, നന്നായി ജീവിച്ചു.
ധർമ്മത്തിൽ നടും വ്യതിചലിക്കാതെ ജീവിക്കാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഫലം വേറെ കൊടുക്കാതിരിക്കില്ല. നമുക്ക് ചെയ്തത് ഞാൻ നടക്കില്ല, എനിക്ക് വേണ്ടി ചെയ്തത് നടക്കില്ല എന്ന് പറഞ്ഞിട്ട് അജാമിന് മോക്ഷം കൊടുത്തു എന്നുള്ള അജാമുള്ള വാക്യാണ്. ഇങ്ങനെ പറയാന്ന് വെച്ചാൽ കുറേ പറയാനുണ്ട്. ഞാൻ ഏതാണ്ടൊക്കെ ഒരു വിധം അവിടെ ഇവിടെയൊക്കെ തൊട്ട് പോവാണ്. അവസാനത്തില് ഒരു 90 അധ്യായം അല്ലെങ്കിൽ 90 ദശകമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇനി പോവാണ്, ലോകം വലുതായി പട്ടണിപ്പാടിന് പോവാം. ആ സമയത്ത് ഭഗവാൻ വിട്ടില്ല, അതില്ല 10 ദിവസം കൂടി ബാക്കിയില്ല, കണക്കുണ്ട്. അവസാനം പശ്യാമി എന്ന് പറയുമ്പോൾ സംസ്കൃതത്തിൽ അറിയുന്നവർക്ക് അറിയാം, അയാം സീങ്, ഞാൻ കാണുന്നു. അഗ്രേ പശ്യാമി തേജോ നിബിഡകനകളായാപനീലോപനീയം പീയൂഷാപ്ലാരുഷം. ആ ഉണ്ണിക്കണ്ണനെ ഞാൻ എന്താ കാണുന്നു എന്റെ മുന്നില്. നാരദാദി മഹേശ്വരന്മാരുണ്ട്. പിന്നെ ദിവ്യ കൈശോരവേഷം, ആ കാരുണ്യമൂർത്തിയായിട്ടുള്ള കൃഷ്ണൻ കിശോരബാലനാണ്. വയസ്സനായിട്ട് ഗാനം കൈശോരവേഷമാണ്, ദിവ്യ കൈശോരവേഷം. ഇവരുടെ രൂപം ഞാൻ കണ്ടുവെന്ന് പറയുന്ന അതിപ്പം നിർത്താനായിട്ടില്ല എന്ന് പറഞ്ഞു പോകാൻ തന്നെ 90 ദശകത്തിൽ നിർത്തിയ. പിന്നെ ഏകാദശം എന്ന ഭാഗവതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങള് ഒരു 10-9 ദശകം എത്ര മനോഹരമായി പറഞ്ഞു. സ്നേഹം വിജയിക്കാം എന്നൊക്കെ പറഞ്ഞ് ഏകാദശത്തിന്റെ സാരം ഓരോരോ ശ്ലോകങ്ങൾ പറഞ്ഞുകൊണ്ട് 24 ഗുരുക്കന്മാരൊക്കെ പറഞ്ഞിട്ട് ഇനി നമ്മളായി ഇതൊന്നും നോക്കുകയില്ല. 99ാമത്തെ കേട്ടപ്പോൾ വിഷ്ണോർവീര്യാണി, ഭഗവാന്റെ മഹിമകളെ പറ്റി ആർക്കാണ് പറയുവാൻ കഴിയുക? ഭൂമിയിലുള്ള രേണുകൾ, ഈ മണ്ഡലികളെ ഒരു പക്ഷേ എണ്ണി ചിട്ടപ്പെടുത്താൻ കഴിഞ്ഞേക്കാം, എന്നാൽ ഭഗവാന്റെ മഹിമയെ വർണ്ണിക്കാൻ ആർക്കും കഴിയില്ല ഭഗവാനെ എന്നൊക്കെ വിഷ്ണു തത്വ മഹത്വം വിഷ്ണോർവീര്യാണി എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷമായി ഭഗവാൻ. ഇന്ന് നോക്കൂ നടന്നതാണ്. അഗ്രേ പശ്യാമി, ഞാൻ ഇതാ കാണുന്നു ദിവ്യ കൈശോരവേഷം കാരുണ്യാഹരണ്യം. അങ്ങനെ ഏതാനും പറഞ്ഞിട്ട് യോഗീന്ദ്രാണാം അഭിപ്രായം എന്ന് പറയാം. അങ്ങനെ യോഗീശ്വരന്മാരൊക്കെ പറഞ്ഞിരുന്നത് അപ്പോൾ ഭഗവാന്റെ ഭവിഷ്യപ്പാട് ആണോ ഇത് സ്വയം ആയിരം കണ്ടല്ലേ അങ്ങനെ കുടിച്ചു നോക്കി പെരുവിനെ കുടിക്കാൻ ഭവിഷ്യപ്പായിരുന്നു ആയിരം. അത് ഞാൻ അറിയട്ടെ എന്ന് പറഞ്ഞാൽ സ്വയം പുറപ്പെട്ടു എന്ന് പറയാറുണ്ട്. അങ്ങനെ ആ പെരുവിനെ കുടിച്ച് ഉള്ള ആ വിഷയം. അപ്പോൾ അങ്ങനെയാണ് എനിക്കിങ്ങനെ കേൾക്കുന്നേ കിട്ടാം എപ്പോഴും. അനാഥനായിട്ടുള്ള അങ്ങയുടെ ആ വിഷ്ണുനാഥം അതിനെ കേൾക്കണം. അതുപോലെ ഭഗവാന്റെ ഓരോ അവയവങ്ങൾ, അതിലുള്ള ആഭരണങ്ങൾ, അതിലുള്ള മഞ്ഞപ്പട്ട്, ആ തുടക, ഭഗവാന്റെ തുടകളെ, പാൽ, മുട്ടിനെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അറിയില്ല. പറഞ്ഞിട്ട് മതിയായിട്ടില്ല. 10 ശ്ലോകങ്ങൾ കഴിഞ്ഞു, കഴിഞ്ഞു. ഈ മനസ്സിൽ പറയാനില്ല. അതുകൊണ്ടാണ് പറയുന്നത് അറിയാതെ ഞാൻ അജ്ഞാത്വാത്മഹത്വം വിശ്വനാഥ സ്വാത്രം കൈകൾ സഹസ്രോത്തരമധികരം വിശ്വനാഥ, ഞാൻ അങ്ങനെ പറ്റി വളരെ വർദ്ധിച്ചു പറ്റിയിട്ടുണ്ടായിരിക്കാം. അറിയില്ലാത്തവനാണ് ഭഗവാന്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവന് ക്ഷമിക്കണേ. ഇനി എനിക്കൊരു അപേക്ഷ ഉണ്ട്, തെറ്റുണ്ടാവും, അപ്പോഴേക്കേ എനിക്ക് അറിയുള്ളൂ. അറിയുന്ന പോലെ ഞാൻ പറഞ്ഞു. എനിക്ക് ഭഗവാനോട് ഒരു അപേക്ഷ അവസാനം ലാസ്റ്റായിട്ട് പറയാൻ എന്താണ്? എല്ലാവർക്കും ആയുഷിന് ആരോഗ്യം കൊടുക്കണേ
ഈ ഭാവി നാരായണീയമാകുന്ന ആൾക്കാരെ വെറുതെ ആക്കരുത്. അവരുടെ വിശ്വാസം തകർക്കരുത്. അവരുടെ വിശ്വാസം വീണ്ടും 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 എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നാരായണീയം സമർപ്പിക്കുന്നത്. എന്തൊക്കെയോ പറഞ്ഞു. അപ്പോൾ ഒറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. സകലം പരസ്യേ നാരായണായേരി സമർപ്പയാമി. ശ്രീഗുരുവായൂരപ്പ ശരണം. ശ്രീഗുരുവായൂരപ്പ ശരണം. ശ്രീഗുരുവായൂരപ്പ ശരണം. ശ്രീഗുരുവായൂരപ്പ ശരണം. രാധാരമണ രാധമണ മുകുന്ദ മുരാരി ശരണം മേ തവ ശരണയുഗം. പുരേശ രാഘവ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ലഭ്യാം പരിപാലയന്തം ന്യായേന മാർഗേണ മഹിമധീശ. ഗോബ്രാഹ്മണേഭ്യഃ സുഖമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. വാചാ മനസേന്ദ്രിയൈർവാ ആത്മനാ വാ പ്രകൃതേ സ്വഭാവാत् കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ചൂട് വരൂ. ഇവിടെ അതിൻ്റെ മുകളിൽ വയ്ക്കാം. നമുക്ക് ഓരോരുത്തർക്കും ഒന്നിച്ച് സമ്പൂർണ്ണമായിട്ട് ഇവിടെ നാരായണീയം പാരായണം ചെയ്യാനുള്ളൊരവസരം കൈവന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. പിന്നെ ഇന്ന് തിരുമേനിയുടെ വാക്കുകളായാലും നമ്മുടെ കൃഷ്ണൻകുട്ടിപ്പാടിൻ്റെ വാക്കുകളായാലും നമ്മുടെ എല്ലാം മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കാനും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനും വീണ്ടും വീണ്ടും അതിങ്ങനെ ഓർമ്മയിൽ കൂടി നമുക്ക് വാർത്തെടുക്കാനുള്ള കഴിയുന്ന വാക്കുകളാണ് ഇവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത്. ഇത് നമ്മൾ ആദ്യം ആസൂത്രണം ചെയ്തപ്പോൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത്രയൊക്കെ ആകുന്നതൊന്നും നമുക്ക് തന്നെ അറിയില്ലായിരുന്നു. ഒരു 10-15 ആളൊക്കെ കൊണ്ട് ഇങ്ങനെ ഒന്ന് തട്ടിക്കൂട്ടി എടുക്കാനുള്ളൊരു ഇതായിരുന്നു. പക്ഷെ നമ്മള് അതിനും അപ്പുറമാണ്. ഇനിയിപ്പോൾ നമ്മുടെ മുന്നിൽ വരാനിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഇതുപോലെ തന്നെ വളരെ വിജയപ്രദമാക്കണം. അതിന് നമ്മുടെ മാതൃസമിതിയുടെ ഭാഗത്തു നിന്നും ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും അതിനേക്കാളെല്ലാം ഉപരി നമ്മുടെ മേൽശാന്തി തിരുമേനിയുടെയും അവരുടെ ധർമ്മപത്നി ഉമ്മ ടീച്ചറാണ് നമുക്ക് ഇതിനെല്ലാം ഏറ്റവും കൂടുതൽ പ്രചോദനം തന്നത്. ഓരോ നിമിഷവും അവർ നമ്മളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തൊക്കെ ചെയ്യുന്നത്, എന്തൊക്കെയാണ് നമ്മുടെ അടുത്തുള്ള പോരായ്മകൾ എന്നെല്ലാം അടിക്കടി ചോദിച്ച് മനസ്സിലാക്കി നമ്മളെ ഒരു ഉന്നത പദവിയിലേക്ക് തന്നെ എത്തിച്ചു തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാം പൂർത്തിയാക്കാൻ സാധിച്ചെന്ന് എല്ലാവരും നന്ദി പറയുന്നു. അതുപോലെ നമുക്ക് ഇങ്ങനെ ഒരു വേദികളെ കിട്ടി ഇവിടുത്തെ ഇവിടുത്തെ എല്ലാം ശ്രദ്ധിച്ച് നടക്കുന്നുണ്ട്. അവർക്കും എല്ലാം നന്ദി പ്രത്യേകം അറിയിക്കുന്നുണ്ട്. വാക്കുകൾ
ഓ അതിന്റെ വെയിറ്റ് ഒക്കെ നോക്കിയിട്ട് മതി. ആ പേര് പോലെ തന്നെ ചന്ദനക്കാവന്.